നിങ്ങളുടെ പേഴ്സൺ ഈ ഒരു നിമിഷം ഹാപ്പിയാണോ എന്നൊന്നറിയാം. അപ്പോൾ ഇതുപോലെയുള്ള ജനറൽ റീഡിംഗ് വീഡിയോസ് ഒക്കെ കാണാൻ ആഗ്രഹമുള്ളവരാണ് നിങ്ങളെങ്കിൽ ഈ ഒരു പേജ് മറക്കാതെ ഫോളോ ചെയ്യുക. ഇനിയിപ്പോൾ യൂട്യൂബിലാണെന്നുണ്ടെങ്കിൽ അവിടെ നിന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. ഡെയിലി ഒന്നിൽ കൂടുതൽ വീഡിയോസ് ഈ ഒരു പേജിൽ അപ്ലോഡ് ചെയ്യുന്നതാണ്. അതുപോലെ വീഡിയോ മുഴുവനായിട്ടും കാണാനായിട്ട് മാക്സിമം ശ്രമിക്കാം. ഓക്കെ, അപ്പോൾ ആദ്യം തന്നെ എന്താ ടവർ കാർഡ് വന്നിട്ടുണ്ട്. ഇപ്പോൾ അവരുടെ ജീവിതത്തിൽ പെട്ടെന്നുണ്ടായിട്ടുള്ള ചില മാറ്റങ്ങൾ അല്ലെങ്കിൽ തകർച്ചകളെയൊക്കെ കാണിക്കുന്നുണ്ട്. ഇതൊക്കെ അവരെ മാനസികമായിട്ട് തളർത്തിയിട്ടുള്ളൊരു സിറ്റുവേഷനായിട്ട് കാണുന്നുണ്ട്. പ്രതീക്ഷിക്കാത്ത ചില കാര്യങ്ങൾ സംഭവിച്ചതുകൊണ്ട് ഒരുതരം ഷോക്കിലായിരിക്കും ചിലപ്പോൾ ഈ ഒരു പേഴ്സൺ ഈ ഒരു സമയത്ത്. അതുപോലെ തന്നെ ഫോളോസ് വാട്സ് ആണെന്നുണ്ടെങ്കിലും ഒരു സമാധാനത്തിനായിട്ടുള്ളൊരു ആഗ്രഹമൊക്കെ ഒരു പേഴ്സൺ ഈ സമയത്ത് കുതിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. അതായത് ഈ നിമിഷം അവർക്ക് വേണ്ടത് മാനസികമായിട്ടുള്ളൊരു വിശ്രമമാണ് എന്നുള്ളതാണ് മനസ്സിലാവുന്നത്. അതായത് പുറമേൽ ചിലപ്പോൾ സന്തോഷം ഇവർ അഭിനയിക്കുന്നുണ്ടായിരിക്കാം. അതായത് പുറമേ ചിലപ്പോൾ നിങ്ങൾ നോക്കുമ്പോഴും ഇവർ ഈ നിമിഷവും ഹാപ്പിയാണോ അല്ലെങ്കിൽ ഞാനില്ലാതെയും ഇവർ ഹാപ്പിയാണോ എന്നൊക്കെ നിങ്ങൾക്ക് തോന്നാം. പക്ഷെ അങ്ങനെയല്ല, ഈ ഒരു പേഴ്സൻ്റെ ഉള്ളിൽ ഒരുപാട് ഇവർ വിഷമിക്കുന്നുണ്ട്, അസ്വസ്ഥമാണെന്ന് കാണുന്നുണ്ട്. പിന്നീട് വന്നിട്ടുള്ള ഒരു ഈസ് ഓഫ് വാൻസ് ആയിക്കോട്ടെ, ത്രീ ഓഫ് വാൻസ് ആയിക്കോട്ടെ ഒക്കെ മനസ്സിലാക്കി തരുന്നത് ഈ ഒരു സങ്കടങ്ങൾക്കിടയിലും ഈ ഒരു പേഴ്സൺ പുതിയൊരു കാര്യം തുടങ്ങാനോ അല്ലെങ്കിൽ നിങ്ങളുടെ അടുത്ത് വരാനോ ഒക്കെയുള്ളൊരു ആവേശം അല്ലെങ്കിൽ ആഗ്രഹമൊക്കെ ഒരു പേഴ്സൻ്റെ ഉള്ളിലുള്ളതായിട്ട് കാണുന്നുണ്ട്. ഭാവിയിലേക്കുള്ള ഒരു നല്ല കാര്യങ്ങളെക്കുറിച്ചൊക്കെ ഒരു പേഴ്സൺ ഈ ഒരു സമയത്ത് പോലും ചിന്തിക്കുന്നുണ്ട് എന്നുള്ളതാണ് കാണുന്നത്. അതുപോലെ തന്നെ ചില ആഘോഷങ്ങളിലൊക്കെ ഈ ഒരു പേഴ്സൺ പങ്കെടുക്കുന്നുണ്ടായിരിക്കും. ഒരു ഗെറ്റ് ടുഗദറിനൊക്കെ മേ ബി ഈ ഒരു പേഴ്സൺ എന്തെങ്കിലും കാണുന്നുണ്ടായിരിക്കും. പക്ഷേ ഇങ്ങനെയുള്ള സെലിബ്രേഷൻസിലൊക്കെ ഉണ്ടെങ്കിൽ പോലും ഈ ഒരു പേഴ്സൻ്റെ മനസ്സിൽ, അതായത് ഇവിടെ ജഡ്ജ്മെൻ്റൊക്കെ സൂചിപ്പിക്കുന്ന പോലെ കഴിഞ്ഞ കാര്യങ്ങളെക്കുറിച്ചിട്ടൊക്കെയുള്ളൊരു ചിന്തയോ കുറ്റബോധമോ ഒക്കെ അവരെ വേട്ടയാടുന്നുണ്ട്. പുറമേ ഒരു സന്തോഷം ഉണ്ടെങ്കിലും ഈ ഒരു സെലിബ്രേഷനിലൊക്കെ നിൽക്കുന്ന സമയത്ത് ഇവർ ചിലപ്പോൾ നിങ്ങളെക്കുറിച്ചുള്ള തോട്ട്സ് വരുന്നുണ്ട്, അല്ലെങ്കിൽ ഒരു നഷ്ടബോധമോ കുറ്റബോധമോ ഇങ്ങനെയൊക്കെ ഇവർക്ക് തോന്നുന്നതായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ അവരുടെ ജീവിതത്തിൽ ചില അപ്രതീക്ഷിതമായ മാറ്റങ്ങൾ നടക്കുന്നുണ്ടെങ്കിലും പുറമേ സന്തോഷം അവർ അഭിനയിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഉള്ളിൽ കുറച്ചൊരു അസ്വസ്ഥമായിട്ടുള്ളൊരു സിറ്റുവേഷനിലാണ് കാണുന്നത്. അപ്പോൾ മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ ഇവർ അത്ര കണ്ടും അങ്ങനെ ഹാപ്പിയാണെന്ന് പറയാൻ പറ്റില്ല. ഒരു ഷോക്കിലോ തളർച്ചയിലോ ഒക്കെയാണ് ഇവരിയ്ക്കുന്നതെങ്കിലും ഒരു ഡിപ്രഷൻ സ്റ്റേജ് ചിലപ്പോൾ മേ ബി അങ്ങനെ ഉണ്ടെങ്കിൽ പോലും അവർ അങ്ങനെ അങ്ങ് ഇരുന്ന് കരയാനുള്ളൊരു, അല്ലെങ്കിൽ നിങ്ങൾ നോക്കുമ്പോൾ അവരെല്ലാ കാര്യങ്ങളിലും റെസ്പോൺസിബിൾ ആണ്, ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് ചെയ്യാതിരിക്കാൻ പറ്റാത്തത് കൊണ്ട് പല കാര്യങ്ങളും ഇവരോട് നടക്കുന്നുണ്ടായിരിക്കാം. എന്നാലും ഇവരുടെ മാനസികാവസ്ഥ എന്ന് പറയുന്നത് നല്ല രീതിയിൽ ഇവർ വിഷമിക്കുന്ന ഒരു സിറ്റുവേഷൻ തന്നെയാണ്. അത്യാവശ്യം വിഷമവും കാര്യങ്ങളും, ഒരു ഷോക്ക് സിറ്റുവേഷൻ, ഇവരുടെ വേണ്ടപ്പെട്ടവരുടെ ഒരു മരണമോ അല്ലെങ്കിൽ അകൽച്ചയോ അല്ലെങ്കിൽ ഇവർക്ക് എന്തോ ഒരു സങ്കടം ഇവരെ ഈ ഒരു സമയത്ത് അലട്ടുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. അത് പുറമേ ഇവർ കാണിക്കാതെ തന്നെ ഉള്ളിലൊതുക്കി നടക്കുന്ന ഒരു എനർജിയാണ് കേട്ടോ ഈ ഒരു സമയത്ത് മനസ്സിലാവുന്നത്. അപ്പോൾ നിങ്ങൾ ഈ ഒരു പേഴ്സൻ്റെ വെൽവിഷൻ ആണെന്നുണ്ടെങ്കിൽ ഈ ഒരു പേഴ്സൻ്റെ ഇങ്ങനെയുള്ള വിഷമഘട്ടങ്ങളൊക്കെ അവസാനിച്ച് ഒരു ഹാപ്പി മൂഡിലേക്ക് ഒരു മാറാനും അതുപോലെ തന്നെ നിങ്ങളുടെ റിലേഷൻഷിപ്പിലൊരു നല്ലൊരു ഹാപ്പിനെസ് ഉണ്ടാവാനും വേണ്ടിയിട്ട് നിങ്ങൾ കമൻറ്റിൽ ഹാപ്പി എന്ന് ടൈപ്പ് ചെയ്യുക.